മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ജനിക്കുമ്പോഴേ ഒറ്റയ്ക്കായിട്ടല്ലേ ഭൂമിയിൽ വരുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ കരയുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, നമ്മളെ അയാൾ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച ആ വ്യക്തി എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് പോയി, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി, എന്നെ തനിച്ചാക്കിയിട്ട് പോയി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. വിട്ടുകളയുക. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നിടത്ത് നമ്മൾ ജീവിതത്തിൻ്റെ പകുതി ഭാഗം ജയിക്കുകയാണ്. മറ്റു പകുതി ഹാർഡ് വർക്കിലൂടെ മാത്രം നേടിയെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഭൂമിയിലേക്ക് എത്തുന്നത്, നമ്മുടെ അമ്മയുടെ വയറിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ്. തിരിച്ചു പോകുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. അല്ല കൂട്ടത്തോടെ വാ നമുക്ക് ഒരുമിച്ച് ജനിക്കാം, നമുക്ക് ഒരുമിച്ച് മരിക്കാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ലൈഫിലില്ല. സോ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഒറ്റയ്ക്ക് ഭൂമിയിലേക്ക് എത്തുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പടവെട്ടി ജയിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. നിവിൻ പോളി മറ്റേ സിനിമയുണ്ടല്ലോ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? പേരെനിക്ക് ഓർക്കുന്നില്ല. ആ സിനിമയിൽ പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണടാ എന്ന് പറയുന്നില്ലേ. നമ്മളും അങ്ങനെയാണ്, ഒറ്റയ്ക്ക് ഭൂമിയിലേക്ക് എത്തി. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് പടവെട്ടി മുന്നേക്ക് പോകാനാണ് പെട്ടെന്ന് സിനിമയുടെ പേര് കിട്ടിയ കേട്ടോ, വർഷങ്ങൾക്ക് ശേഷം. ചില ഓർമ്മപ്പശകൊക്കെ ഉണ്ട്, വയസ്സായില്ലേ വയസ്സാകുന്നില്ലേ ഓർമ്മപ്പശകൊക്കെ വരും, അവിടെ കിട്ടെ. അപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. സോ നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അതിനാണ് ഭൂമിയിലേക്ക് നമ്മൾ ദൈവം വിട്ടത്. പക്ഷേ ഒറ്റയ്ക്ക് തന്നെ പലതിനോടും പൊരുതി മുന്നേറി ഒറ്റയ്ക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുന്ന വിജയങ്ങൾ അതെന്നും ശാശ്വതമായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഭൂമിയിലേക്ക് എത്തിയതിന് ശേഷമാണ് പലരെയും പരിചയപ്പെടുന്നത്, നമ്മൾ പലരെയും സ്നേഹിക്കുന്നത്, ആത്മാർത്ഥ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, പ്രണയമൊക്കെ ഉണ്ടാകുന്ന പിന്നീടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അതൊക്കെ പിന്നീടല്ലേ ഉണ്ടാകുന്നത്. ഒരു കാലഘട്ടം വരെ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ ചിറകിനുള്ളിൽ മാത്രം ജീവിക്കുന്നവരാണ്. അവരാണ് നമ്മുടെ ലോകം. കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ, ഒരു മെച്യൂറായി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകം അങ്ങ് മാറുകയാണ്. എന്തിന്? ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പോഴും. സോ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അച്ഛൻ അമ്മ അവർ കഴിഞ്ഞേ നമുക്ക് എന്തുള്ളൂ. മറ്റുള്ളവർ വരും പോകും. അവർ നമ്മളെ ഇടയ്ക്ക് വെച്ച് ഒറ്റപ്പെടുത്തി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ലെന്ന് ചിന്തിക്കുക. ജീവിതാവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന നമ്മുടെ മാതാപിതാക്കളാണെന്ന് മാത്രം തിരിച്ചറിയുക എന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങയിൽ നിന്ന് ഞാൻ വിട പറയുകയാണ്. വീണ്ടും നമ്മൾ കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും വേറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് മധുരതരമായിട്ടുള്ള ഓർമ്മകൾ മാത്രം കൂട്ടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈവ്, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.